വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കാലടി സംസ്കൃത സർവകലാശാലയിലെ പ്രതിഷേധത്തിൽ പരാതി നൽകിയിരിക്കുന്നു VC സിസ തോമസ്. ഒരു സംഘം വിദ്യാർത്ഥികൾ ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്നാണ് പരാതി. കയ്യേറ്റം ചെയ്തുവെന്നും മാനസികമായി പീഡിപ്പിച്ചുവെന്നും ആരോപണമുണ്ട്. ഗോപാൽ ഷീരാസ് എന്താണ് ചെയ്തത്? ഗോപാൽ, എന്തൊക്കെയാണ് പരാതിയിൽ പറയുന്ന ആരോപണങ്ങൾ? ഗുരുതര ആരോപണങ്ങൾ തന്നെയാണ് സിസ തോമസ് നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കാലടി സംസ്കൃത സർവകലാശാലയിലുണ്ടായ SFI പ്രതിഷേധം, ആ പ്രതിഷേധത്തെ തുടർന്ന് വലിയ തരത്തിലേക്കുള്ള വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിൽ അപ്പോൾ തന്നെ സിസ തോമസ് വ്യക്തമാക്കിയിരുന്നു തനിക്ക് വലിയ തരത്തിലേക്കുള്ള ശാരീരിക മാനസിക ഉപദ്രവം സമരക്കാരിൽ നിന്ന് നേരിടേണ്ടി വന്നു എന്നുള്ള കാര്യം. അതൊക്കെ വിശദമാക്കിയാണ് ഇപ്പോൾ സിസ തോമസ് ഔദ്യോഗികമായി തന്നെ രേഖാമൂലം പരാതി നൽകിയിരിക്കുന്നത്. ഒരു സംഘം വിദ്യാർത്ഥികൾ തന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ചു, ശാരീരികമായി ആക്രമിക്കാൻ ശ്രമിച്ചു, മാനസികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് ഈ പരാതിയിൽ പറയുന്നു. അതിനോടൊപ്പം തന്നെ വാഹനം കേടുവരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, കൃത്യ നിർവഹണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു, ബോധപൂർവമുള്ള ആക്രമണമായിരുന്നു വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന്. സംഘം ചേർത്ത് പദ്ധതിയോടുകൂടി ആസൂത്രണം ചെയ്തുകൊണ്ട് തങ്ങളെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് ഈ പരാതിയിൽ സൂചിപ്പിക്കുന്നത്. അതിനോടൊപ്പം തന്നെ തന്റെ കൂടെ വന്ന സിൻഡിക്കേറ്റ് അംഗങ്ങൾ, അക്കാദമിക് കൗൺസിൽ അംഗങ്ങൾ എന്നിവർക്കും ഇത്തരത്തിൽ അക്രമം നേരിടേണ്ടി വന്നു. അവരും ആക്രമിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ കൃത്യമായ ഉചിതമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. മുഖ്യമന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, സംസ്ഥാന പോലീസ് മേധാവി എന്നിവർക്ക് ഈ പരാതി നൽകിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിക്കും ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിക്കും പരാതിയുടെ പകർപ്പുകൾ കൈമാറിയിട്ടുണ്ട്. ഉചിതമായ ഇടപെടൽ ഉണ്ടാകണമെന്നും കൃത്യമായി കുറ്റക്കാരായവർക്കെതിരെ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചുകൊണ്ട് അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്നതുമാണ് പരാതിയിൽ സൂചിപ്പിക്കുന്നത്. ശരി, ഗോപാലാണ് വിശദാംശം.